വരാൽമുറിവുകൾ പുസ്തകം ഇറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. പലരും വായിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ചിലരൊക്കെ വായിച്ചതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ അഭിപ്രായങ്ങൾ അറിയിച്ചവർക്ക് നന്ദി. അവരൊക്കെ സംസാരിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് 2 പെൺകുട്ടികൾ പറയുന്ന രാഷ്ട്രീയം. നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പല വിധത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന അക്രമങ്ങളെക്കുറിച്ചുണ്ട്, അല്ലെങ്കിൽ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് തന്നെയാണ് അത് പറയുന്നത്. അതേസമയത്ത് പ്രണയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ വായനക്കാർ സ്വീകരിച്ചു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ഈ സന്തോഷങ്ങൾക്കപ്പുറം ഇനിയും വായനയിലേക്ക് എത്തേണ്ടതുണ്ട് എന്നുകൂടെ ഞാൻ കരുതുന്നു. ഈപ്പൻ അല്ലെങ്കിൽ മറ്റ് കഥാപാത്രങ്ങൾ, എല്ലാ കഥാപാത്രങ്ങളും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നമുക്കറിയാവുന്നവരുടെ മനുഷ്യരുടെ ജീവിതത്തിലൊക്കെ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടുമുട്ടിയതാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചില വാർത്തകളിലൂടെ അറിഞ്ഞിട്ടുണ്ടാവും, നമുക്ക് പ്രതികരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടാവാം, ചിലപ്പോൾ നമ്മൾ നിശബ്ദരായിട്ടുണ്ടാവാം, നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടാവാം. അങ്ങനെ അനേകം മനുഷ്യരുടെ പ്രതികരണത്തെക്കുറിച്ച് കൂടെയാണ്, അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും കൂടെ ഈ നോവലിൽ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വരാൽമുറിവുകൾ എഴുതാനുണ്ടായ സാഹചര്യം കൂടെ പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. വീടിനുള്ളിൽ നടക്കുന്ന, അല്ലെങ്കിൽ വീടിനുള്ളിൽ പെൺകുട്ടികൾ നേരിടേണ്ടി വരുന്ന ലൈംഗിക അതിക്രമത്തെക്കുറിച്ചുള്ള ചില വാർത്തകൾ, അതിൽ നിന്നാണ് ഈ നോവൽ ഉണ്ടാകുന്നത്. അതിനെ എങ്ങനെ എഴുതും എന്നുള്ള ആലോചനയിൽ നിന്നാണ് ഇതിലൊരു ബിബ്ലിക്കൽ ടച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചത്. എന്നെ വായിക്കുന്ന, എന്നെ ഇത്രത്തോളം എത്തിച്ച എല്ലാ മനുഷ്യർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി കൂടെ പറയുന്നു. കാരണം ഏതൊരു പുസ്തകത്തിൻ്റെയും ആയുസ്സിനെ തീരുമാനിക്കുന്നത് വായനക്കാരാണ്. നല്ല വായനക്കാരുണ്ടാവുക എന്നുള്ളതാണ് പുസ്തകങ്ങളുടെ നിലനിൽപ്പിനെ സഹായിക്കുന്ന ഒന്ന്. ആ നിലയിൽ ട്രൂ കോപ്പിയുടെ പ്രസാധന വിഭാഗമായ റാറ്റ് ബുക്സ് ചെയ്ത വരാൽമുറിവുകൾക്കും നല്ല വായനകൾ ലഭിക്കുന്നു.